നമസ്കാരം. ജനയുഗം പൊളിറ്റി പ്രൂബിലേക്ക് സ്വാഗതം. ഐക്യ കേരള പിറവിക്ക് ശേഷം 7 പതിറ്റാണ്ട് പിന്നിടുന്ന ഈ കാലഘട്ടത്തിൽ 16ാമത് സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുവാൻ പോകുന്നത്. ഏറെ ചരിത്ര പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പിനാണ് കേരള മണ്ണ് ഒരുങ്ങുന്നത്. ഇന്നേക്ക് 7ാം ദിവസമാണ് മനസ്സിന്റെ അംഗീകാരം നൽകുന്നതിനായി ഓരോ മലയാളിയും പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. ഇവിടെ ഇടതുപക്ഷം ജനമനസ്സുകളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിക്കഴിഞ്ഞ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഒരു മൂന്നാം LDF ഗവൺമെന്റിനെ സ്വീകരിക്കാനായി നാട് ഒരുങ്ങിക്കഴിഞ്ഞു. 10 വർഷത്തെ തുടർച്ചയായ ഇടതുപക്ഷ ഭരണത്തിൽ കേരളത്തിന്റെ മുഖച്ഛായ ആകെ മാറിയിരിക്കുന്നു എന്നത് ഏവരും സമ്മതിക്കുന്ന കാര്യം. എവിടെയും കേൾക്കുന്നത് തുടർഭരണം എന്ന് മാത്രമാണ്. മനുഷ്യസ്നേഹത്തിന്റെയും മാനവികതയുടെയും തുരുത്തായി കേരളത്തെ നിലനിർത്തുന്നതും സംരക്ഷിക്കുന്നതും ഇടതുപക്ഷം മാത്രമാണ്. ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ജനാധിപത്യത്തിന് കൂടുതൽ പ്രസക്തി ഉണ്ടാക്കുന്ന ഒന്നാണ്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയുള്ള ജനങ്ങളുടെ ഭരണം എന്ന ജനാധിപത്യ സങ്കല്പം അർത്ഥപൂർണമാകുന്നത് അതിന്റെ പ്രയോഗം ജനജീവിതത്തിന്റെ ഗുണനിലവാരം ഉയർത്തുമ്പോഴാണ്. നാടിന്റെ പുരോഗതി യാഥാർത്ഥ്യമാക്കുമ്പോഴാണ്. 10 വർഷത്തെ LDF ഭരണത്തിൽ ഇത് രണ്ടും കൃത്യമായി സംഭവിച്ചു എന്നത് ജനങ്ങളുടെ അനുഭവമാണ്. സാമൂഹ്യനീതിയുടെ ശരിയായ നിർവഹണവും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനവും ഭാവി കേരളത്തെ രൂപപ്പെടുത്തുന്നതിന് ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികളും നടപ്പായ കാലം. എന്ത് പരിമിതികൾ ഉണ്ടെങ്കിലും ഏതെല്ലാം പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഭരണം പൊതു നന്മയ്ക്കായി സമൂഹത്തിന്റെ നന്മയ്ക്കായി എങ്ങനെ ഉപയോഗിക്കാമെന്ന രാഷ്ട്രീയ നിലപാടാണ് ഇടതുപക്ഷം കാണിച്ചു തരുന്നത്. നാടിന്റെയും ജനങ്ങളുടെയും വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും സാമ്പത്തിക അവസരങ്ങളിൽ സമത്വം കൊണ്ടുവരുന്നതിനും വരുമാനത്തിന്റെ നീതിയുക്തമായിരിക്കുന്ന പുനർവിതരണം ഉറപ്പാക്കുന്നതിനും സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനും ഈ സർക്കാർ ശ്രദ്ധിച്ചു. നടപ്പാക്കിയ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ നടപടികളും വികസന പദ്ധതികളുമെല്ലാം ഈ ദിശയിൽ ഉള്ളതാണ്. ഇതോടൊപ്പം ആശുപത്രികൾ, പൊതുവിദ്യാലയങ്ങൾ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, റോഡുകൾ, പാലങ്ങൾ, ഹൈവേകൾ, ടൂറിസം, വ്യവസായം തുടങ്ങി നാനാ മേഖലകളിൽ മൗലികമായിരിക്കുന്ന പരിവർത്തനങ്ങളും ഉണ്ടായി. കഴിഞ്ഞ 2 തവണയും പ്രകടന പത്രികയിലെ നിർദ്ദേശങ്ങൾ ഏറെക്കുറെ LDF പൂർത്തിയാക്കിയിട്ടുണ്ട്. ആ സർക്കാർ വീണ്ടും ഭരണത്തിൽ വരുന്നതോടെ കേരളം ലോകത്തിനു മുന്നിൽ പുതിയ ജനകീയ മാതൃക സൃഷ്ടിക്കും എന്നതിൽ ആർക്കും തർക്കമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിലെത്തുമെന്ന് തെരഞ്ഞെടുപ്പ് രംഗം കാണുന്ന സാധാരണ ജനത്തിന് പോലും ബോധ്യമായിരിക്കുകയാണ്. കേരളം വീണ്ടും ഒരു പുതിയ ചരിത്രം എഴുതും. ആ ചരിത്രം LDFന്റേതാണ്. വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിന് കർക്കശ വ്യവസ്ഥകൾ അടങ്ങുന്ന ഭേദഗതി നിർദ്ദേശിച്ച കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ച ബിൽ ഭരണഘടന മതന്യൂനപക്ഷങ്ങൾക്കും അവർ നടത്തുന്ന ധർമ്മസ്ഥാപനങ്ങൾക്കും നൽകുന്ന അവകാശങ്ങൾ കവർന്നെടുക്കുക എന്ന രഹസ്യ അജണ്ട വെച്ചുള്ളതാണ്. വിദേശ ഫണ്ട് ഉപയോഗിച്ച് മതന്യൂനപക്ഷങ്ങൾ രാജ്യത്ത് മതപരിവർത്തനം നടത്തുന്നു എന്ന RSSന്റെ കാലങ്ങളായുള്ള ആരോപണത്തിന്റെ ചുവട് പിടിച്ചാണ് ഈ ഭേദഗതി. ന്യൂനപക്ഷ മതവിഭാഗങ്ങളെ അപരവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഭേദഗതി ബിൽ ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങൾക്ക് ഘടകവിരുദ്ധവുമാണ്. വിദേശ സംഭാവന സ്വീകരിക്കുന്ന സ്ഥാപനങ്ങളുടെ ലൈസൻസ് നിശ്ചിത സമയപരിധിക്കുള്ളിൽ പുതുക്കി ഇട്ടാതിരിക്കുകയോ റദ്ദായ ലൈസൻസ് നിശ്ചിത കാലാവധിക്കകം പുനഃസ്ഥാപിക്കാതിരിക്കുകയോ ചെയ്താൽ പ്രസ്തുത സ്ഥാപനങ്ങളുടെ ആസ്തി സർക്കാരിന്റെ നിർദ്ദിഷ്ട ഏജൻസിയിലേക്ക് സ്വാഭാവികമായി കൈമാറ്റം ചെയ്യപ്പെടും എന്നതാണ് ഭേദഗതി ബില്ലിലെ ഏറ്റവും മാരകമായ വ്യവസ്ഥ. മതന്യൂനപക്ഷങ്ങളുടെ ഏതൊരു സ്വത്തും അത് ആരാധനാലയങ്ങൾ ആണെങ്കിൽ കൂടിയും ഏറ്റെടുക്കാൻ സർക്കാരിന് അധികാരം നൽകുന്നതാണ് ഈ വ്യവസ്ഥ. ഏറ്റെടുക്കുന്ന വസ്തുവകകൾ എന്നേക്കുമായി സർക്കാരിനായിരിക്കും വിധം വ്യവസ്ഥകൾക്ക് രൂപം നൽകിയിരിക്കുന്നു. ലൈസൻസ് പുതുക്കി നൽകാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിന് ആയിരിക്കെ സാങ്കേതിക കാരണം ചൂണ്ടിക്കാട്ടി ലൈസൻസ് നിഷേധിക്കാനും തുടർന്ന് വസ്തുവകകൾ പിടിച്ചെടുക്കുവാനും സർക്കാരിന് ഇതുവഴി നിഷ്പ്രയാസം സാധിക്കും. അതുതന്നെയാണ് ഭേദഗതി വഴി സർക്കാർ ലക്ഷ്യം വെക്കുന്നതും. എന്നാൽ RSSുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്ക് അതേസമയം പുതുതായി ലൈസൻസ് ലഭിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ബാധകമായിരിക്കുന്ന ഭരണഘടനാപരമായ നടപടിയല്ല, ന്യൂനപക്ഷ വിവേചന ലക്ഷ്യം വെച്ചുള്ള രാഷ്ട്രീയമാണ് ഇത്തരം ഭേദഗതിക്ക് പിന്നിലെന്ന് ഇതോടെ എല്ലാവർക്കും ബോധ്യമാകും. ജനയുഗം പൊളിറ്റി പ്രോബിന്റെ മറ്റൊരധ്യായത്തിൽ വീണ്ടും കാണും വരെ നമസ്കാരം.